സോ വെൽക്കം ബാക്ക് ബോയ്സ്. ഒരു കോടയൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് പോവായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പം എണീച്ചത് നല്ല വഴിക്ക് പോയി. 9 മണിയായി. കറൻ്റ്ലി ലൊക്കേഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി നമ്മളൊരു ഇൻ്റർലോക്ക് ഇട്ടൊരു സ്ഥലമല്ലേ, ഒരുപാട് റീൽസൊക്കെ ക്ലിക്കായി. അപ്പോൾ അവിടോട്ട് ജസ്റ്റ് ഒന്ന് പോവാം, ജസ്റ്റ് ആ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ഇപ്പോൾ കറൻ്റ്ലി പ്ലാൻ. വേറെ പ്രത്യേകിച്ച് സ്പോട്ട്സ് ഒന്നുമില്ല. സോ നോക്കാം. ചുരം മിക്കവാറും സമയമൊക്കെ ആകുമ്പം എന്താ പറയുക, റഷായിരിക്കും. അറിയില്ല, അവിടെ എത്തിയാൽ അറിയുള്ളൂ. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ചയോളം വണ്ടി കട്ടപ്പുറത്തായിരുന്നു, ബാക്ക് ടയർ പാച്ചായിട്ട്. ടയർ ഇന്നലെ മാറ്റി. 2900 എന്തോ വന്നു. സിയറ്റ എടുത്തേ. കഴിഞ്ഞ പ്രാവശ്യം സിയറ്റനായിരുന്നു. സിയറ്റ ആക്ച്വലി എനിക്കൊരു 18,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട്. നടുക്കത്തെ ആ ഒരു ഭാഗം തേഞ്ഞെന്നേ ഉള്ളൂ. സൈഡത്തെ 2 കട്ട അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടയർ മാറ്റി. പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ മോട്ടോവ്യൂ പോയി, നമ്മളെ കാരപ്പറമ്പുള്ള. അവിടുന്ന് ഒരു ബെനക്ലവ് മേടിച്ച്, ബഞ്ചിക്കോട് മേടിച്ച്, പിന്നെ ഒരു ചെയിൻ ലൂബ് മേടിച്ച്. ചെയിൻ ലൂബ് ഞാൻ ആക്ച്വലി കുറേ മുന്നേ യൂസ് ചെയ്തത് മോട്ടോറിൻ്റെ സാധനമൊക്കെ ആയിരുന്നു. ലൈക്ക് ചെയിൻ്റെ മേലോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് ടൈം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ TRM സജസ്റ്റ് ചെയ്യുന്നത്. TRM ആക്ച്വലി പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതങ്ങനെ ആരും പൈസ വന്നിട്ട് ചെയ്യുമെന്നല്ല. ഇന്നിപ്പോൾ നല്ല സ്മൂത്ത് ഉണ്ട് ഓടിക്കാൻ. ട്രൈ TRM, കേതിക്കില്ല. നമ്മളെ കാരന്തൂർ പുതിയ ഹോണ്ട ബിഗ് വിങ് ഷോറൂം വന്നിട്ടുണ്ട്. വിശക്കുന്നുണ്ടല്ലോ എൻ്റെ പൊന്നു ചേട്ടാ. ഒരു ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ ചേട്ടാ. രണ്ടാളും ഇങ്ങനെ കാറ്റും കൊണ്ട് പോവുകയാണെങ്കിൽ ഉള്ള കാറ്റങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് അടുത്ത് ഞാനൊക്കെ ഒരു ഹെൽമെറ്റ് ഇടാതെ പുറത്തിറങ്ങിയ അയ്യോ അപ്പം ഉണ്ടാ മുമ്പ് തന്നെ പോലീസ്. നമ്മാരൊന്നും എന്താ പോലീസ് പിടിക്കാത്തത്? സ്നേഹം കൊണ്ടാട്ടോ, അസൂയ കൊണ്ടല്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വിശപ്പ് സഹിക്കുക വയ്യാതെ തല കറങ്ങി വീഴൂ എന്നാണ് എൻ്റെ പേടി. അപ്പം ഏതേലും ഒരു ചായക്കട കണ്ടാൽ നമുക്ക് നൈസായിട്ടൊരു ചായയും ഒരു കടിയും കഴിക്കാം. രാവിലെ തന്നെ പോകുന്ന വഴി നല്ലൊരു ചടങ്ങ് കണ്ടിട്ടുണ്ട്. മരം വീണതാണെന്നാണ് തോന്നുന്നതല്ല, മരം വീണതാ. അപ്പം ഫയർഫോഴ്സുകാരൊക്കെ ഫുൾ ഓൺ പണി. നല്ല അടിപൊളി ബ്ലോക്ക് അവിടെ മുതൽ അവിടം വരെ. ചുരത്തിൽ നിന്ന് വെയിൽ കുറച്ചുണ്ട്. ഉള്ളിലോട്ട് അറിയുന്നുണ്ടോയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു ചൂടൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സീനില്ല. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഇപ്പം ബ്ലോക്കൊന്നും കാണുന്നില്ല. ഇനി കുറച്ചുകൂടെ മേലെത്തിയാൽ എന്താ അവസ്ഥ അറിയില്ല. സ്വതവേ ഈ ടൈമൊക്കെ ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഒന്നാമത് ഞായറാഴ്ചയും കൂടി അല്ലേ. അപ്പം സ്വതവേ ഇവിടെ എത്തിയ ഒരു ചായ കൂടി പതിവാണ്. നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല. ഈശ്വര, ബാഗിൽ നിന്ന് എടുത്തുണ്ടോ? ഇത് ആരൊക്കെയാണ് നിൽക്കണമൊക്കെ? അർജുന്, വിഷ്ണു, ദീപക്. അയ്യോ, എൻ്റെ മോനെ കൊണ്ടുപോകും വന്നവരാണെന്ന് കെട്ടിപ്പിടിച്ചാൽ. എന്തായാലും നമുക്കൊരു ടീ അടിച്ച് വരാം. ഓക്കെ, വണ്ടി അവിടെ നിൽക്കുന്നു വിചാരിക്കുന്നു. ഒരു ചായയും 2 സമൂസ അങ്ങ് കാഴ്ചപ്പുണ്ടല്ലോ. ഓ, എഡ്രിനലിൻ അങ്ങ് കൂടി. ഒരു ബിരിയാണി കഴിച്ച ഫീലാന്നൊക്കെ. അതെ, എന്തെങ്കിലും ഒരു ഫുഡ് പോയാൽ മതി. അങ്ങനെ ഇന്നത് പോകണമെന്നൊന്നുമില്ല എനിക്ക്. കറൻ്റ്ലി ക്രൂസിങ് ഇൻ ദ ചുരം. എന്തൊക്കെ പറഞ്ഞാലും ചുരം അങ്ങ് കയറിക്കഴിഞ്ഞാൽ വേറെ തന്നെ മൂടാം. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമാണോ എന്നറിയില്ല. അത് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് മൂഡാണ്. ചുരം അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൊത്തം തണുപ്പാന്നുള്ളൊരു ചിന്താഗതി എല്ലാവരും മനസ്സിലും ഉണ്ടാകും. അതെ, തണുപ്പാണ്, ആവശ്യത്തിനുണ്ട്. വെയിലാണെങ്കിലും ഒരു കുളിർമ ഉണ്ടാവുമല്ലോ. നമ്മളെ കോഴിക്കോട് അങ്ങനെ അല്ലല്ലോ. രാമോ, വെയിലാണെങ്കിൽ അടിക്കുന്ന കാറ്റ് വരെ ചൂടായിരിക്കും. ഇപ്പോൾ പാഞ്ഞ് പേരുണ്ടല്ലോ. ആംബുലൻസ് ഒന്നല്ലല്ലോ, ഇതെന്തോ അങ്ങനെ വരുന്നത്. ആംബുലൻസ് ആണ് പോകുമല്ലോ. സോ ഞാൻ ആക്ച്വലി നമ്മളെ ഫ്യൂവൽ ഗേജ് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 500 അടിച്ചാണ്. ഇപ്പോൾ ആക്ച്വലി ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. 68 കിലോമീറ്റർ ഡൺ. നല്ലൊരു മഴക്കാറ് ഡയറക്റ്റ് നമ്മളെ മേലെ കിടക്കുന്നുണ്ട്. മഴ പെയ്താൽ മൂഞ്ചി തിരിയും. ഇതിൻ്റെ ഉള്ളിലേക്കൊരു സ്ഥലമുണ്ട്, അടിപൊളിയാണ്. നല്ല മറ്റേ ആ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കൂടെ റോഡ്. പ്യുവർ ഫണ്ണാണ്. മുമ്പിലൊരു ഹാരിയർ ഉണ്ടായിപ്പോയി. അതില്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടിയാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പം കറക്റ്റ് നമ്മളെ കൽപ്പറ്റ ഭാഗത്തോട്ടേക്കൊക്കെ എത്തുമ്പോൾ ക്ലൈമറ്റ് സെറ്റാണ്. തണുപ്പുണ്ട്. The wind is going through my pants and my എങ്ക പാത്താലും ഡോഗ്സ് ആണല്ലോ ബ്രോ. ഏതോ വീട്ടിലോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു രസമുണ്ട്. ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, മെല്ലെ എസ്കേപ്പ്. ഗൂഗിൾ ആൻഡ് കാണിക്കുന്ന പുൽപ്പള്ളി റൂട്ട്, അതിലൂടെ നമ്മൾ പോകണം. നേരെ പോയാൽ എത്തുന്നു കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ പോയി നോക്കാം. ഇതിലൂടെ തന്നെയാണെന്ന് തോന്നുന്നു പുൽപ്പള്ളിയിലോട്ട്. നോക്കാം. പക്ഷേ വ്യൂസ് മൈറ്റ് ബി അടിപൊളി. കാരണം നമ്മൾ ഉള്ളിലൂടെയുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സിലൂടെ അല്ലേ പോണേ. അപ്പം വ്യൂസ് കുറച്ച് നൈസായിരിക്കും. പോകുമ്പം ഇതുപോലത്തെ സ്ഥലം കാണുന്ന സമയത്ത് വണ്ടി നിർത്തുന്ന അത്ര രസമുള്ള പരിപാടിയല്ല. പക്ഷെ എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. കണ്ടോ,
ഞാൻ ആക്ച്വലി ഇരിക്കുന്ന സ്ഥലം കണ്ടിട്ടാണ് നിർത്തി. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് രാവിലെ പുലർച്ചയ്ക്ക് ഫുള്ള് കോടയുള്ള സമയത്ത് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ കടയൊന്നുമില്ല, കടയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുന്ന് പോവാം. ഇനി അടുത്തതുപോലെ സ്റ്റോപ്പ് കാണുമ്പോൾ പുൽപ്പള്ളി എത്തുന്ന വരെ ഇങ്ങനത്തെ മൂഡ് സ്ഥലമായിരിക്കും എനിക്ക് തോന്നുന്നത്. നോക്കാം. ലെഫ്റ്റിലോട്ടൊരു വഴി കാണുന്നുണ്ട്, ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയാലോ. ഓഫ് ദ റോഡാണ്, എന്തായാലും നോക്കാം. എണീച്ച് നിൽക്കാൻ മാത്രമുള്ള ഓഫ് റോഡ്സ് ഒന്നുമില്ല, എന്നാലും ഷൂ കാണിക്കണ്ടേ. ഓ സീനാണുള്ളത് അല്ലേ. പക്ഷേ സംഭവം അടിപൊളി കേട്ടോ. ഇതൊക്കെ ആരെയോ പറമ്പാന്ന് തോന്നുന്നു. ആരെങ്കിലുമൊക്കെ പറമ്പായിരിക്കുമല്ലോ. ഒന്ന് അങ്ങോട്ട് കയറി നോക്കാം. അവിടെ ഒരു ചെറിയൊരു പമ്പ് ഹൗസ് പോലെ എന്തൊരു സാധനം കണ്ടിട്ടുണ്ട്. അവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് കയറി നോക്കാം. മൂടാണുള്ളത് അല്ലേ. കയറിയാൽ വീഴൂലേക്ക് ഇഷ്ടം. ആ തേനീച്ച, ഇവിടെ എവിടെയോ തേനീച്ചക്കൂടുണ്ട്. പക്ഷെ നമുക്ക് സൈഡിൽ കൂടെ പോവാം. അയ്യോ, അതിൻ്റെ ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ പോവാം. ഒരു നമ്മളെ കണ്ടില്ല, അപ്പോൾ ഇവിടെ നിന്ന് സ്കിപ്പ് ഇടാം. പക്ഷേ സ്ഥലം അടിപൊളി കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു വണ്ടി കണ്ടിട്ടില്ല. ഒരു 10 കിലോമീറ്ററിനടുത്ത് ആവാനായി തോന്നുന്നു. അയ്യവാ, ഈ റോഡ് പൊളിയാണല്ലോ അല്ലേ. ഓക്കെ, ഗൂഗിൾ ആൻഡ് വീണ്ടും ഓരോ ഷോർട്ട് കട്ട് കാണിക്കുന്നു. ഞാൻ വീണ്ടും ഓരോ ഷോർട്ട് കട്ടിലൂടെ പോകുന്നു. ഇവിടെ ഇതുപോലത്തെ ഓരോ റോഡ് കിട്ടുന്നു. എൻ്റെ മോനെ, ഇവിടുത്തെ വഴി തന്നെ ഓഫ് റോഡാണല്ലോ. ഞാൻ വിചാരിച്ച് വേറെ ആരെയും വീട്ടിൽ കയറിയെന്ന്, പക്ഷേ ഇല്ല, റോഡ് വന്ന് ഇതേ വീണ്ടും. ഇപ്പം മൂക്കുത്തി വീണാനെ. അപ്പോൾ ഇനി വരുമ്പം ഈ വഴി വരണ്ട എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ വഴിയൊക്കെ പിടിച്ച് വരുന്നതാണ് മൂഡ്, അത് വേറെ കാര്യം. ചുമ്മാ സ്ട്രൈറ്റ് റോഡ് അടിച്ച് വന്ന് കയറുന്നതിലും ഭേദം ഇങ്ങനത്തെ ഓരോ അൺനോൺ റോഡ്സിലൂടെ കയറുന്നതാണ്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഓ യെസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു 600-500 മീറ്ററും കൂടെ, അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലമായി. ആ നേരെ കാണുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് ഉള്ളത്. മേവാടി കോളേജ് സംഘം റോഡ് വൃത്തി. ഓക്കെ, എൻട്രൻസ് ഇല്ല എന്നൊന്നും എഴുതി കാണിച്ചിട്ടില്ല. ആനയൊക്കെ വരുന്നതായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. പോയേക്കാം. ആനയും മറ്റേതും മറിച്ചതൊക്കെ ഉള്ളതാണ് എന്നാണ് തോന്നുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കിടാം. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പേ ഇതുപോലത്തെ കളി കളിച്ചാലേ തീരുമാനമാവും. ലെഫ്റ്റിലൊരു ട്രീ കേവ് ഉണ്ട്, അതായത് മരത്തിൻ്റെ നടുക്കിലൊരു തുള. ഇത് ആക്ച്വലി രാവിലെ ആയിരുന്നു ഞാൻ വരണ്ടേ, പക്ഷേ
വന്ന സമയം അറിയാലോ, എപ്പോഴും പറയുന്ന പോലെ മാറിപ്പോയി. ഓ മൂടാടാ. ഉള്ളോട്ട് ആക്ച്വലി ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരിരിക്കുന്നുണ്ട്. ചിക്കന്മാർ ട്രിപ്പ് പോകാനും ചാടി മറിയാനൊക്കെ സീനില്ല. ഉപയോഗ ഓക്കെ. ഫോട്ടോഷൂട്ട്സൊക്കെ അത്ര മതി, ബാക്കി നമ്മളെ ഗോപ്രോയിലായിക്കോളും. ആനയൊക്കെ ഉണ്ട് അവിടെ, കാട്ടിലെ പ്രേമി കാമുകന്മാരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വഴി വരിക, ആ വഴി പോവുക. ഇവിടെയുള്ള ആനകളൊക്കെ കാട്ടാന എന്നുള്ള കാറ്റഗറിയിലാണോ ഫ്രണ്ട്ലി എന്നുള്ള കാറ്റഗറിയിലാണോ എന്നറിയില്ല. എന്തായാലും ഇവിടെ നിന്നൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും. ഇവിടെ നിന്നൊക്കെ ഞാൻ എങ്ങനെ വിളയ്ക്കാനാ? വന്നത് വേർത്താണ് കേട്ടോ, ഒരിക്കലും ഒരു നഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നൈസാണ്. ഇതിപ്പോൾ ഈ ഒരു ടൈമാണെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് ക്ലൈമറ്റ്. ഓ ദിസ് മാൻ. മുത്തങ്ങ പോവാൻ കുറച്ച് കൂടെ ദൂരം എന്ന് തോന്നുന്നവർക്ക് ഇവിടേക്ക് വരാം. ഈ കാട്ടിൽ ഇതുപോലെ മനസമാധാനത്തോടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. അങ്ങോട്ട് എന്തായാലും ഞാനിപ്പോൾ പോകുന്നില്ല, കൂടെ ആരുമില്ല. അത്യാവശ്യം ഒരു വൃത്തികെട്ട റോഡാണത്. എക്സ്പ്രസ്സാണ്, കൊണ്ടുപോകാൻ സീനൊന്നുമില്ല. ഇൻ കേസ് ഉരുണ്ട് വീണാൽ എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കെന്തായാലും നമ്മളെ ഇൻ്റർലോക്കിൻ്റെ ലെഫ്റ്റ് കൂടെ ഇല്ല നമ്മൾ വന്നേ, നമുക്ക് റൈറ്റിൽ കൂടെ ഒന്ന് പോയി നോക്കണം. അവിടെ എന്താ ഹാൾ നോക്കാം. പക്ഷെ എന്നാലും ഈ ഒരു വഴി എനിക്ക് എത്ര നോക്കിയിട്ടും എടുക്കുന്നില്ല. അടിപൊളി.